എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് PV അൻവർ, ജയശങ്കർ ഇവർ രണ്ടുപേരുടെയും പോരുകൾ മുറുകുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ചർച്ച കേരളത്തിൽ. യഥാർത്ഥത്തിൽ എന്താണ് PV അൻവർ തുടങ്ങി വെച്ച ഒരു പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് PV അൻവർ ഒരു ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചേ ഉള്ളൂ. ഇതോടൊപ്പം സ്വാഭാവികമായിട്ടും PV അൻവറിന് ഇടതുപക്ഷത്ത് നിന്ന് പോലും തികച്ചും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വൈരുദ്ധ്യമായിട്ടുള്ള സംഭവം. യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ക്രിമിനൽ വൽക്കരണം മാത്രമല്ല പോലീസിൽ ഇപ്പോൾ ശക്തിമത്തായിട്ട് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിശക്തമായ കാവ്യവൽക്കരണവും കൂടെ. ഇപ്പം നമുക്കൊക്കെ അറിയാം, ലോകനാഥ് ബെഹ്റ ഇയാളായിരുന്നു കഴിഞ്ഞ തവണ DGP. അതോടൊപ്പം തന്നെ അതിന് മുമ്പുണ്ടായിരുന്നത് ഒരു വലിയ ഉപദേശകനായിട്ട് രമൺ ശ്രീവാസ്തവയെ ഈ മുഖ്യമന്ത്രി പിണറായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അപ്പോൾ അത് തുടർന്ന് വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ ഞാൻ ഒരു ശമ്പളവും കൊടുക്കുന്നില്ല, പൊതുഖജനാവിൽ നിന്ന് അയാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അതിന് മറുപടി പറഞ്ഞത്. മാത്രമല്ല ഈയിടെയായിട്ട് ഈ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും വലതുപക്ഷത്തേക്ക് അഥവാ വർഗീയ പക്ഷത്തേക്ക് അഥവാ BJP പക്ഷത്തേക്ക് അഥവാ വലതുപക്ഷത്തേക്ക് ശക്തമായിട്ട് അഥവാ ഫാസിസത്തോട് യോജിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ കണ്ടുവരുന്നത്. അതാണ് നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ സംഭവം. PC ജോർജിൻ്റെ മൊഴികൾക്കാണ് വലിയ വില കൊടുത്തതെന്ന് പിണറായി വിജയൻ. മാത്രമല്ല ഇതിനെ തുടർന്ന് ഒട്ടനേകം മുസ്ലിം നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ പോലും സ്വാഭാവികമായിട്ടും ഈ പിണറായി പ്രതികരിച്ചത് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് NRC എന്താ പറയുക പൗരാവകാശ ബില്ലിനെതിരെയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, ഞങ്ങളാണ് മുസ്ലിങ്ങളെ രക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു വോട്ട് തട്ടിയെടുക്കുക എന്നതിലപ്പുറമായിട്ട് ഈ പിണറായി സഖാവിന് സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അസാധ്യമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇയാൾക്ക് പല ന്യൂനതകളുമുണ്ട്, ഇയാൾക്ക് കുറേ വീക്ക്നെസ്സുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാവ്ലിൻ കേസിൽ ഇയാൾ കുറ്റവാളിയാണ് എന്നത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധ നിലപാടിൽ ഇയാൾ എന്നും എനിക്ക് തോന്നുന്നു അച്യുതാനന്ദനേക്കാൾ കൂടുതൽ വർഗീയത അഥവാ മുസ്ലിം വിരോധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ല, കാസയുടെ പരാതിയിൽ ക്രിസ്തുവിനെതിരെ ചാനൽ വ്ളോഗ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ആരിസ് മദനി എന്ന ഒരു പ്രമുഖനായ ഒരു സുന്നി പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പോലും എതിരായിട്ട് കേസെടുത്ത് അത് കോടതിയിൽ കൂട്ടിയിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ജാമിദ, ലിയാഖത്ത്, അതോടൊപ്പം തന്നെ ആരിഫ് തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന നിരീശ്വരവാദി യുക്തിവാദികൾ എന്ന് പറയുകയാണ് അവർ യുക്തിവാദികളല്ല. തികച്ചും അവരെ സംബന്ധിച്ചിടത്തോളം വിദേശ ഈ ജൂത ക്രിസ്തീയ വർഗീയവാദികളുടെ പണം പറ്റിക്കൊണ്ട് ഇസ്ലാമിനെതിരെ അഥവാ പ്രവാചകനെതിരെ ചീത്ത പറയുക, തെറി പറയുക, അങ്ങനെ ആ മലം വാരി തിന്ന് ജീവിക്കുക. അതാണ് ഇപ്പോൾ ഈ മൂന്നാല് വ്യക്തികളുടെ ആകെയുള്ള പണി. അതായത് പ്രവാചകനെ തെറി പറയുക, ഖുർആനെ തെറി പറയുക, എന്നിട്ടോ മുസ്ലിം നാമം ഒരിക്കലും മാറ്റാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അത് വാരി തിന്ന് അങ്ങനെ വിശപ്പടക്കുക. ഒട്ടനേകം കേസുകൾ ക്രിമിനലാണ് യഥാർത്ഥത്തിൽ ഈ ആരിഫ് എന്ന് പറയുന്നവൻ. സ്വർഗരതിക്ക് ഉൾപ്പെടെ അയാൾ കേസിലാണ് തടവുള്ളവനാണ്. വഞ്ചന, അതോടൊപ്പം തന്നെ മുട്ടമുറി എന്ന് പറയുന്ന ചേലാകർമ്മത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ഞാൻ ഇനി മേലിൽ മുസ്ലിം കുട്ടികളുടെ മാർക്കം എന്ന് പറഞ്ഞാൽ സുന്നത്ത് തടയും എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ച് കുറേ പൈസ വാങ്ങി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം ഞാൻ അതല്ല ഇപ്പം പറയുന്നത്. ഇപ്പം ജയശങ്കറും യഥാർത്ഥത്തിൽ അൻവറും തമ്മിലുള്ള പോര് മുറുകുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ പാർട്ടി സംരക്ഷിക്കേണ്ടത് ആരെയാണ്? സത്യത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ നയം എങ്ങനെയായിരുന്നു? എല്ലാ കാലത്തും ഇടതിനെ എതിർക്കുന്നവരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീർച്ചയായിട്ടും വർഗീയവാദികളെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സ്വതന്ത്രരെയും അവരങ്ങനെ സംരക്ഷിച്ച് നിർത്താറുണ്ട്. ഈ ഇടയായി പിണറായി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇരകളാക്കപ്പെട്ടാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് പിണറായി മുസ്ലിങ്ങളെ. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അൻവർ പറഞ്ഞത് എന്താണ് തെറ്റ്? മുസ്ലിം എന്ന നിലയ്ക്കല്ല, ഇന്ന് കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ എന്താണ് അൻവർ പറഞ്ഞതിൽ തെറ്റ്? അൻവർ പറഞ്ഞത് എന്താണ്?
തികച്ചും ഈ പോലീസിൽ ക്രിമിനൽ വൽക്കരണമുണ്ട്. അവർ ഒട്ടനേകം വൃത്തികേടുകളോടൊപ്പം നിൽക്കുന്നു. അവർ വഞ്ചന ചെയ്യുന്നു. നിരപരാധികളെ അവർ കുറ്റവാളികളാക്കി ജയിലിൽ അടക്കുന്നു. FIR ഇടേണ്ടത് ഈ പോലീസാണല്ലോ. അപ്പോൾ പോലീസിൽ മുഴുവനും 90% ക്രിമിനൽ വൽക്കരണമുണ്ട്. അതോടൊപ്പം തന്നെ കാവ്യവൽക്കരണമുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അൻവറിനെ ആർക്കും അറിയാത്തത് കൊണ്ടല്ല. അൻവർ ഈ പാർട്ടിയോടൊപ്പം എന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അൻവർ. എന്നിട്ട് പോലും അൻവറിനെ കൈയൊഴിയാനാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടി തീരുമാനിക്കുന്നത്. എന്തിനു വേണ്ടി? ഫാസിസ്റ്റുകളെ ചെറുപ്പിക്കാൻ, ഫാസിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ. അതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ജയശങ്കർ, ഇപ്പോൾ ജയശങ്കർ പ്രശ്നവും അതോടൊപ്പം തന്നെ അൻവർ വിഷയവും വന്നിരിക്കുന്നു. ശക്തിമത്തായിട്ട് വളരെ മോശമായ രീതിയിലാണ് ഈ ജയശങ്കർ ഈ അൻവറിനോട് പ്രതികരിക്കുന്നത്. മാത്രമല്ല, പണ്ട് കാലത്ത് മുതൽ തന്നെ ഈ ജയശങ്കർ ഇപ്പോൾ മൗദൂദി എന്ന് പറഞ്ഞിട്ടും ജിഹാദി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ആദ്യകാലത്ത് ഇയാൾക്ക് തൂലിക ചലിപ്പിക്കാനും അവസരം കൊടുത്ത് ഇന്ന് ഉയർന്ന് ഈ നിലവാരത്തിൽ വരാൻ കഴിഞ്ഞത് ഇയാൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണം വഴിയാണ്. എന്ന് പറഞ്ഞാൽ പ്രബോധനം വഴി, മാധ്യമം വാരിക വഴിയൊക്കെയാണ് ഇയാൾ കടന്നു വന്നത്. അതിനുവേണ്ടി ഇയാൾക്ക് തന്ത്രപരമായ ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളുടെ തന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇയാൾ മുസ്ലിം ലീഗിനകത്ത് ഉള്ള നേതാക്കളെ, അതോടൊപ്പം തന്നെ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള, സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ വളരെ സെക്കുലറായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ പറയുകയും ചെയ്യും. എന്നിട്ട് മൊത്തമായിട്ട് ഇയാൾ എന്ത് ചെയ്യും? മുസ്ലിമീങ്ങൾ മുഴുവനും അഥവാ വർഗീയവാദികളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് തൻ്റേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് എല്ലാ കാലത്തും ഇയാൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടില്ല. ഇയാൾ CPIയുടെ ഒരു മുഖമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് CPIക്ക് അകത്ത് കടന്നു വന്ന് ഈ CPIയെ തകർക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അയാളുടെ ലക്ഷ്യം. അയാൾ ഫാസിസ്റ്റുകളിൽ നിന്ന് അഥവാ വർഗീയവാദികളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇടതുപക്ഷ തട്ടകങ്ങളെ തട്ടി തകർത്ത് തരിപ്പണമാക്കുക, സെക്കുലർ ചേരിയിൽ വിള്ളലുണ്ടാക്കുക, എന്നിട്ട് അയാൾ പ്രകോപിതമായ സംസാരങ്ങൾ, ഇയാളൊരു വലിയ പണ്ഡിതനാണ് എന്നൊക്കെ അയാൾ സ്വയം ഇങ്ങനെ ഭാവിക്കുന്നതാണ്. അല്ലാതെ അയാളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പാണ്ഡിത്യവും മാത്രമല്ല, അയാൾ മനുഷ്യ സമൂഹത്തിൽ ഒരിക്കലും മനസാക്ഷിയില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. എല്ലാ കാലത്തും ഇയാൾ ഈ CPIയിലും ഇടതുപക്ഷത്തും ഒക്കെയാണ് എൻ്റെ സ്ഥാനമെന്ന് പറയുമ്പോഴും ഇന്ന് വരെയും ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇയാൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇയാൾ ഒന്നും പറഞ്ഞിട്ടില്ല. ചാനലിൽ എപ്പോഴും വന്ന് ചർച്ച ചെയ്യുന്ന ഒരാളാണ്. ഗുജറാത്ത് കലാപകാലത്തും ബാബരി മസ്ജിദിൻ്റെ ധ്വംസന കാലത്തും എന്ന് വേണ്ട ഒരു കാലത്തും ഇപ്പോൾ എന്താ ഇയാൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഈ പറയുന്ന ഫാസിസ്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും അയാൾ വ്യക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേന്ദ്ര എന്താ പറയുക നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ തെരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഈ പ്രധാനമന്ത്രി നമ്മളെ ഏറ്റവും വലിയ എന്താ പറയുക പരമോന്നത സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസിൻ്റെ വീട്ടിൽ ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും എല്ലാവരോടും ഒത്തും അയാൾ പൂജ നിർവഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും യഥാർത്ഥത്തിൽ ഇന്ന് വരെയും ഈ ജയശങ്കർ വെളിപ്പെടുത്തിയിട്ടില്ല. അഥവാ ഫാസിസ്റ്റുകളുടെ യഥാർത്ഥത്തിലുള്ള BJPക്കാരുടെ തികഞ്ഞ വൈകൃതമായ വർഗീയ മുഖത്തെയോ അതോടൊപ്പം തന്നെ മറ്റു ഫാസിസത്തെയോ ഒന്നും തന്നെ ഇയാൾ ഇന്ന് വരെ ഒന്നും വൃത്തികേടായിട്ട് പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇയാൾ മുസ്ലിമീങ്ങളെ ഒന്ന് കോറിയും ജിഹാദി എന്ന് പരിഹസിച്ചും ഇടയ്ക്കൊക്കെ സെക്കുലറാണെന്ന് വരുത്തി തീർത്തിയും ഒക്കെയുള്ള ഇയാളുടെ ഒരു ഏറ്റവും ഹീനമായ മുഖം ആണ് ഇപ്പോൾ വെളിപ്പെട്ടിട്ടുള്ളത്. ആ മുഖം തികച്ചും പിച്ചി ചീന്തുക എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ അൻവർ ചെയ്യുന്നത്. അൻവർ ഇയാളുടെ ഈ സെക്കുലർ മുഖത്തെ പിച്ചി ചീന്തുകയാണ്. തീർച്ചയായിട്ടും അത് അനിവാര്യവുമാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ എന്താ നടക്കുക. അത് തികച്ചും ഇയാൾ വളരെ തന്ത്രജ്ഞനാണ്. എല്ലാവരെയും ഇപ്പം മാത്രമല്ല ഈ ഞാൻ പറഞ്ഞ മാധ്യമ വാരികയിലൂടെ കടന്നു വന്ന് തീർച്ചയായിട്ടും മൗദൂദികളെ കുറ്റം പറഞ്ഞ് ജമാഅത്തിനെ കുറ്റം പറഞ്ഞ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വലിയ അംഗീകാരം നേടിയപ്പോൾ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഫാസിസ്റ്റുകളെ സുഖിപ്പിക്കലാണ് തനിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്ന് ബോധ്യം വന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഫാസിസ്റ്റ് ആലയത്തിൽ ഫാസിസ്റ്റുകളെ ചെറുപ്പിച്ചുകൊണ്ടും മുസ്ലിം സമുദായത്തെ നിന്ദിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും ഇയാൾ ഓരോ ചർച്ചകളും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് പോലും ഇയാളെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇപ്പോഴും ഈ പറയുന്ന ലീഗ് പോലെയുള്ള സംഘടനകൾ ഇപ്പോഴും അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വരെ വെൽഫെയർ പാർട്ടി സ്വാഭാവികമായിട്ടും ഇയാളെ ചില പരിപാടികളിലൊക്കെ കൊണ്ടുവന്ന് അയാളെ വീണ്ടും മുഖം ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ സമുദായത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.